സെക്രട്ടറിയിൽ നിന്ന് ഒഴിഞ്ഞതിൽ പ്രമുഖൻ നമുക്കറിയാം എ കെ ബാലനാണ്. മറ്റൊന്ന് പി കെ ശ്രീമതി ടീച്ചറാണ്. ഈ രണ്ടുപേർ ഒഴിഞ്ഞു. എം പി ജയരാജനും സി എൻ മോഹനനും പകരം വന്നു. കെ കെ ശൈലജയും ഒപ്പം സെക്രട്ടേറിയറ്റിന്റെ കൂടി ഭാഗമായിരിക്കുന്നു. അങ്ങനെ 3 പേർ സെക്രട്ടേറിയറ്റിൽ പുതുമുഖങ്ങളായി എന്ന് നമുക്ക് പറയാം. ഇതോടൊപ്പം തന്നെ ഒഴിവായ ചിലരെ കുറിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരം അനാരോഗ്യം മൂലം ടി ശ്രീരാമകൃഷ്ണനെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ്. ഒപ്പം സൂസൻ കോടി കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് അവരെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഒപ്പം അത്തരത്തിൽ ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. NR ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് ഒന്നുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം അത് പ്രത്യേക ലിസ്റ്റായിട്ട് നമുക്ക് ലഭിക്കില്ല. മറിച്ച് പഴയ ആളുകളുടെ പേരും പുതിയ പട്ടികയും ചേർത്ത് നോക്കുമ്പോൾ മാത്രമാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും 15 പുതുമുഖങ്ങൾ 2 പേർ നേരത്തെ ക്ഷണിതാക്കളായിരുന്നവർ സ്ഥിരപ്പെടുത്തിയത്. അങ്ങനെ അവരെ കൂടി ചേർത്ത് 17 പേരാണ് സംസ്ഥാന സമിതിയിൽ പുതിയ സ്ഥിരാംഗങ്ങളായി എത്തിയിരിക്കുന്നത് എന്ന് പറയാം. അതിൽ 10 പേരാണ് പുതുമുഖങ്ങൾ, ജില്ലാ സെക്രട്ടറിമാർ അല്ലാതെ പുതുമുഖങ്ങൾ എന്ന നിലയിൽ തന്നെ എത്തിയിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറിമാർ 5 പേരാണ് പുതുമുഖങ്ങളായി ഈ സംസ്ഥാന സമിതിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതുകൂടാതെ എം പ്രകാശൻ മാസ്റ്റർ ആണ് കണ്ണൂരിൽ നിന്നുള്ള നേതാവ്, മുൻ MLA ആണ്. അദ്ദേഹം മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം സംഘടനാ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി അദ്ദേഹത്തെ വീണ്ടും കണ്ണൂരിലേക്ക് അയച്ചതാണ്. അദ്ദേഹം സംസ്ഥാന സമിതിയുടെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂരിൽ നിന്ന് ഒരു പ്രമുഖ നേതാവ് കൂടി സംസ്ഥാന സമിതിയിലേക്ക് വന്നിരിക്കുന്നു. അതോടൊപ്പം യുവ പ്രാതിനിധ്യം എന്നുള്ള നിലയ്ക്ക് VK സനോജും V വസീഫും DYFയുടെ സംസ്ഥാന ഭാരവാഹികളാണ്. ഇരുവരും ഈ തവണ സംസ്ഥാന സമിതിയിൽ എത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നതാണ്. ഇരുവരും സംസ്ഥാന സമിതിയുടെ ഭാഗമായിരിക്കുന്നു. അതുപോലെ K ശാന്തകുമാരി MLA പാലക്കാട് ജില്ലയിൽ നിന്നുള്ള നേതാവാണ്. അവർ സംസ്ഥാന സമിതിയുടെ ഭാഗമായിരിക്കുന്നു. മന്ത്രി R ബിന്ദു അവർ തൃശൂരിൽ നിന്നുള്ള പ്രതിനിധിയായി സംസ്ഥാന സമിതിയുടെ ഭാഗമായിരിക്കുന്നു. എറണാകുളത്തെ M അനിൽകുമാർ, അതുപോലെ തന്നെ ആലപ്പുഴയിലെ K പ്രസാദ്, കോട്ടയത്തെ PR രഘുനാഥ്, കൊല്ലത്തെ S ജയമോഹൻ, തിരുവനന്തപുരത്തെ DK മുരളി, അദ്ദേഹം വാമനപുരം MLA ആണ്. അങ്ങനെ ഈ 10 പേർ കൂടി ഈ ഒരു സംസ്ഥാന സമിതിയുടെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ സെക്രട്ടറിമാരെ നമുക്കറിയാം 6 ജില്ലാ സെക്രട്ടറിമാരാണ് പുതുതായി ഈ കഴിഞ്ഞ സമ്മേളന പ്രക്രിയയിൽ കടന്നു വന്നത്. ഇതിൽ രാജു എബ്രഹാം നിലവിൽ സംസ്ഥാന സമിതി അംഗമായിരുന്നു. അദ്ദേഹം സംസ്ഥാന സമിതിയിൽ തുടരും. അതുകൂടാതെയുള്ള 5 പേർ M രാജഗോപാൽ കാസർഗോഡ്, K റഫീഖ് വയനാട്, M മെഹബൂബ് കോഴിക്കോട്, VP അനിൽ മലപ്പുറം, KB അബ്ദുൽ ഖാദർ തൃശൂർ, ഇങ്ങനെ 5 ജില്ലാ സെക്രട്ടറിമാർ കൂടി സംസ്ഥാന സമിതിയുടെ ഭാഗമായിരിക്കുന്നു. അങ്ങനെ 15 പുതുമുഖങ്ങൾ സംസ്ഥാന സമിതിയിലേക്ക് കടന്നു വരുന്നു. നേരത്തെ ക്ഷണിതാക്കളായിരുന്ന 2 പേർ, അത് ബിജു കണ്ടക്കയും ജോൺ ബ്രിട്ടാസും, ഈ 2 പേരും സംസ്ഥാന സമിതിയിൽ സ്ഥിരപ്പെടുന്നു. അങ്ങനെ ആകെ 17 പേർ പുതുതായി സംസ്ഥാന സമിതിയുടെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. മന്ത്രി വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവായി സംസ്ഥാന സമിതിയിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ സംസ്ഥാന സമിതിയിൽ കൂടുതൽ ആരെങ്കിലും ക്ഷണിതാക്കളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഇക്കാര്യത്തിൽ ഉണ്ടാകും. സെക്രട്ടറിയായി MV ഗോവിന്ദൻ തന്നെ തുടരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ സെക്രട്ടേറിയറ്റിൽ തുടരും. ഇളവ് ലഭിച്ചു എന്ന് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയില്ലെങ്കിലും 1-2 മാസത്തിനകം 75 വയസ്സ് തികയുന്ന 2 പേർ, അതിൽ 2 പേർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ, ഒന്ന് EP ജയരാജനാണ്, മറ്റൊന്ന് TP രാമകൃഷ്ണനാണ്. LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണനും മുൻ LDF കൺവീനർ EP ജയരാജനും 75 വയസ്സ് പൂർത്തിയാകാൻ ഇനി 1-2 മാസങ്ങൾ കൂടി ബാക്കിയുണ്ട്. ആ ഘട്ടത്തിൽ അവർക്ക് ഇളവ് നൽകി അവരെ സംസ്ഥാന സമിതിയിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നു. അവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായി തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നുള്ള M വിജയകുമാർ, അദ്ദേഹവും സംസ്ഥാന സമിതിയിൽ തുടരുന്ന ഒരു സാഹചര്യം ആണുള്ളത്. അദ്ദേഹത്തിനും ഈ അടുത്ത മാസങ്ങളിൽ 75 വയസ്സ് തികയുന്നതായിരുന്നു. എന്തായാലും ഈ സമ്മേളന ഘട്ടത്തിൽ 75 വയസ്സ് പൂർത്തിയായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അവർക്കൊക്കെ സംസ്ഥാന സമിതിയിൽ തുടരാനുള്ള സാഹചര്യമാണ് ഇന്നത്തെ സംസ്ഥാന സമ്മേളനം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 17 അംഗ സെക്രട്ടേറിയറ്റ് പ്രഖ്യാപിക്കുന്നു. അതിൽ 3 പേരാണ് പുതുമുഖങ്ങൾ. ആ പുതുമുഖങ്ങളിൽ മുൻ ആരോഗ്യമന്ത്രി കൂടിയായ KK ശൈലജ, അവർ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിരുന്നു. എങ്കിൽ പോലും അവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പൂർണ്ണാർത്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ PK ശ്രീമതിയായിരുന്നു ഒരു വനിതാ പ്രാതിനിധ്യം എന്നുള്ള നിലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായി കണ്ണൂരിൽ നിന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അവർ പ്രായപരിധിയുടെ ഭാഗമായി അവർ മാറുന്നു. പകരം KK ശൈലജ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗമാകുന്നു. ഒപ്പം തന്നെ 2 പേർ, അതിലൊന്ന് MV ജയരാജനാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന MV ജയരാജൻ കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് വീണ്ടും പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹം അവിടുത്തെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മറ്റൊന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന CN മോഹനും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിരിക്കുന്നു. ആ നിലയിൽ പരിചയസമ്പന്നർക്ക്, യുവാക്കൾക്ക്, വനിതകൾക്ക് ഒക്കെ അവസരം നൽകിക്കൊണ്ട് പാർലമെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ, വർഗ ബഹുജന സംഘടനകൾ പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും അവസരം നൽകിക്കൊണ്ടുള്ള ഒരു സംസ്ഥാന സമിതി രൂപീകരണമാണ് ഇന്നത്തെ സംസ്ഥാന സമ്മേളനം നടത്തിയിരിക്കുന്നത്. റജിത്ത്.